ആ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ കീഴിൽ ധാരാളം പ്രവർത്തനങ്ങളും പദ്ധതികളും നടന്നു വരുന്നു. അതിൽപ്പെട്ട ഒന്നാണ് മുഅല്ലിം ക്ഷേമനിധി. മുഅല്ലിം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളും അതിന് സഹായങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിച്ചവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്. മുഅല്ലിം ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലെ ഒന്ന്, മകളുടെ അല്ലെങ്കിൽ സഹോദരിയുടെ ആശ്രിതരില്ലാത്ത സഹോദരിയുടെയൊക്കെ വിവാഹങ്ങൾക്കൊക്കെ നിക്കാഹിനൊക്കെ ഇന്ന് 30 വർഷം സർവീസുള്ള 20 വർഷത്തിൻ്റെ മുകളിലെ 30 വർഷത്തിൻ്റെ മുകളിൽ സർവീസുള്ളവർക്ക് 32,000 രൂപ സഹായധനമായി നൽകപ്പെടുന്നു. 20 വർഷം മുതൽ 30 വർഷം വരെ 30,000 ആണെങ്കിൽ 30 വർഷത്തിൻ്റെ മുകളിൽ 32,000 രൂപ സഹായധനമായി നൽകപ്പെടുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മകളെ എത്ര കുട്ടികളെ കെട്ടിക്കണമെങ്കിലും 1 കൊല്ലം കഴിഞ്ഞ് അടുത്ത കുട്ടിക്ക് വേണ്ടി അപേക്ഷിച്ചാലും ആ അപേക്ഷയ്ക്ക് സഹായം അനുവദിക്കുന്ന രൂപമാണ് ഇപ്പോൾ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ മുമ്പിലുള്ളത്. എന്നാലും 1 കൊല്ലം കഴിഞ്ഞിട്ടായാലും 2 കൊല്ലം കഴിഞ്ഞിട്ടായാലും എപ്പോൾ മക്കളുടെ വിവാഹത്തിന് അപേക്ഷിച്ചോ അപ്പോഴൊക്കെ ഈ സംഖ്യ നൽകപ്പെടുന്നുണ്ട്. പിന്നെ മറ്റൊന്ന്, വീട് പണിയുമായി ബന്ധപ്പെട്ട് ഇതേ പ്രകാരം തന്നെ ഒരു വീടല്ലേ നിർമ്മിക്കേണ്ടുള്ളൂ, രണ്ടാമത്തെ വീട് വേണ്ടല്ലോ. ഒരു വീട് നിർമ്മിക്കുമ്പോൾ 30,000 32,000 രൂപ ഇതേ രൂപത്തിൽ ഏറ്റവും സർവീസുള്ളവർക്ക് നൽകി വരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ മകളുടെ വിവാഹം ഞാൻ പറഞ്ഞു, സഹോദരിയുടെ വിവാഹം പറഞ്ഞു, അതുപോലെ വീട് നിർമ്മാണത്തിൻ്റെ കഥ പറഞ്ഞു. ഇനി മറ്റൊരു പദ്ധതിയാണ് ഈ അടുത്ത കാലത്തായി പ്ലാൻ ചെയ്ത തവാറുസ് പദ്ധതി. ഇവിടെ 50,000 രൂപ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി നൽകപ്പെടുന്നു എന്ന് പറയുന്നു. ജോലിയിലിരിക്കെ, സേവനത്തിലിരിക്കെ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മുഅല്ലിം സുഹൃത്തുക്കളുടെ നോമിനിക്ക് വേണ്ടി 50,000 രൂപ കോഴിക്കോട് ജില്ലാ ജമിയത്തുൽ മുഅല്ലിമീൻ നൽകുമ്പോൾ ജമിയത്തുൽ മുഅല്ലിമീൻ സെൻട്രൽ കൗൺസിലെ 25,000 രൂപയും അതോടുകൂടെ 10,000 രൂപ മയ്യത്തിൻ്റെ പരിപാലന ചെലവിലേക്കും 15,000 രൂപ വിധവാ സഹായമായി നൽകപ്പെടുന്നു. ചുരുക്കത്തിൽ ഒരു മുഅല്ലിം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു മുഅല്ലിം മരണപ്പെട്ടാൽ ആ മുഅല്ലിമിന് കുടുംബത്തിന് 50,000 രൂപ കൊടുക്കുന്ന ഒരവസ്ഥയിലാണ് ജമിയത്തുൽ മുഅല്ലിമീൻ നിലവിലുള്ളത്. പിന്നെ മറ്റൊന്ന്, മുഅല്ലിമിൻ്റെ നിക്കാഹ് വാങ്ങിയവരുണ്ടാവും. ഓരോ മാസവും 25, 30 ഒക്കെ നിക്കാഹുകളുടെ അപേക്ഷയ്ക്ക് ചിലപ്പോൾ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഓഫീസിൽ ലഭിക്കാറുണ്ട്. ആ മുഅല്ലിം നിക്കാഹിന് 5,000 രൂപയാണ് ഇപ്പോൾ സഹായം നൽകി വരുന്നത്. പിന്നെ ജോലിയിലിരിക്കെ കുറേ കാലം സേവനം ചെയ്ത് മറ്റൊരു ആനുകൂല്യവും ലഭിക്കാത്ത മുഅല്ലിമീങ്ങളുണ്ടെങ്കിൽ ആ മുഅല്ലിമീങ്ങൾക്ക് അവശ്യ സഹായധനമായി 15,000 രൂപയും നൽകപ്പെടുന്നു. മറ്റൊരു ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഏറ്റവും ശ്രദ്ധേയമായൊരു പദ്ധതിയാണ് പെൻഷൻ. 35 വർഷം സർവീസ് ഉണ്ടായി 60 വയസ്സ് തികഞ്ഞ മുഅല്ലിമീങ്ങൾക്ക് 1,300 രൂപ എല്ലാ പ്രതിമാസവും പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട ജമിയത്തുൽ മുഅല്ലിമീൻ. അതോടുകൂടെ മറ്റൊരു സംഗതി ഉണ്ട്, അത് നിങ്ങളൊക്കെ വാങ്ങിയവർ ഈ കൂട്ടത്തിലുണ്ടാവും. ഗ്രാറ്റുവിറ്റി പദ്ധതി. ഗ്രാറ്റുവിറ്റിയുടെ അവസ്ഥ ഒരു വർഷത്തിൽ 5 ദിവസം എന്ന് കണക്കാക്കി 35 വർഷം സർവീസുള്ള ഒരാൾക്ക് 35 × 5 175 ദിവസങ്ങളെ കണക്കാക്കി എത്രയാണോ അവസാനം ശമ്പളം വാങ്ങി മുഅല്ലിം വേതന വിഹിതം അടച്ചത് എങ്കിൽ ആ വേതന വിഹിതത്തിൻ്റെ തോതനുസരിച്ച് കണക്കൂട്ടി അതിൻ്റെ സംഖ്യ ഗ്രാറ്റുവിറ്റി ആയിട്ട് നൽകും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ 35 × ഒരാൾക്ക് 15,000 രൂപ മാസ ശമ്പളമാണെന്ന് കരുതിക്കോ, എങ്കിൽ അയാൾ 500 രൂപ വേതന വിഹിതം അടക്കണം. 500 രൂപ വേതന വിഹിതം അടച്ചാൽ 35 × 5 കൂട്ടിക്കഴിഞ്ഞാൽ 175 കിട്ടും. ആ 175ൻ്റെ ഗുണിതം ഈ ഒരു ദിവസ ശമ്പളവുമായുള്ള ഗുണിതം കൂട്ടിയാൽ ചിലപ്പോൾ 60,000, 1,00,000, 1,15 ലക്ഷമൊക്കെ ഗ്രാറ്റുവിറ്റി ലഭിക്കുന്ന മുഅല്ലിങ്ങൾ കൂട്ടത്തിലുണ്ട്. പക്ഷെ അവിടേക്ക് ശ്രദ്ധിക്കാനുള്ളത്, പണ്ടൊക്കെ ഞാൻ വീരായിപ്പട്ട റേഞ്ചിൽ കൊടകിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മുഅല്ലിം വേതന വിഹിതം അടച്ചില്ല. എന്താണ് വേതന വിഹിതം അടക്കാത്തെന്ന് ചോദിച്ചു, പറഞ്ഞു വേതന വിഹിതം അടക്കുന്നതിൽ വേദനയുണ്ട് എന്ന് പറഞ്ഞ മുഅല്ലിം സുഹൃത്തുക്കളൊക്കെ പണ്ട് നമ്മളെ കൂട്ടത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ മാറി അവസാനത്തെ 4 വർഷം എങ്ങനെയാണ് ഇയാൾ വേതന വിഹിതം അടച്ചതെങ്കിൽ അതിൻ്റെ തോതനുസരിച്ചിട്ടാണ് ഇയാൾ ഗ്രാറ്റുവിറ്റി നൽകുക. അപ്പോൾ 1,300 രൂപ പെൻഷനും അതുപോലെ തന്നെ ഗ്രാറ്റുവിറ്റി സംഖ്യയും കിട്ടിയാൽ ഈ പ്രസ്ഥാനം നിങ്ങളോടൊക്കെ ചെയ്യുന്ന ഏറ്റവും മഹത്തരമായൊരു കാര്യമാണത്. മറ്റൊന്ന്, സുവർണ 100-ാം വർഷവുമായി ബന്ധപ്പെട്ട 100 വീടുകൾ മുഅല്ലിം മൻസിലുകൾ നിർമ്മിച്ചു കൊടുക്കാൻ വേണ്ടി ജമിയത്തുൽ മുഅല്ലിമീൻ തീരുമാനിച്ചു. ആ 100 വീടുകളിൽ
40ഓളം വീടുകൾ ഈ അടുത്ത കാലത്തായി പൂർത്തീകരിച്ച് 10 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിക്കുകയുണ്ടായി. എൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന വേറെ വിഷയമാണ്. 35 വീടുകൾ കൊടുക്കുന്നത് 5 സെൻറ്റ് സ്ഥലത്തോടു കൂടിയുള്ള വീടായിരിക്കും. 5 സെൻറ്റ് സ്ഥലം. മുമ്പൊന്നിപ്പോൾ പല മുഅല്ലിമീങ്ങളും സഹായത്തിന് അപേക്ഷിക്കും, പക്ഷേ അയാൾക്ക് സ്ഥലം ഉണ്ടാവില്ല. അതുകൊണ്ട് ആ സ്ഥലമില്ലാത്ത ആളെ കൂടി പരിഗണിച്ചുകൊണ്ട് 35 വീടിന് 5 സെൻറ്റ് സ്ഥലം അടക്കമുള്ള 15 ലക്ഷം രൂപയാണ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൽകാൻ ഉദ്ദേശിക്കുന്നത്. സർവനാഥൻ തുണക്കുമാറാകട്ടെ. അങ്ങനെ 35 വീട് സ്ഥലവും വീടോടുകൂടിയും 35 വീട് വെറും പൈസയോടുകൂടി 10 ലക്ഷം രൂപ കൊടുത്തുള്ള വീട് നിർമ്മാണം ഉദ്ദേശിക്കപ്പെടുന്നത്. ഒരുപാട് വീടുകൾ നിർമ്മിച്ച് പാവങ്ങളായ മുഅല്ലിമീങ്ങളൊക്കെ അതിലെ താമസം തുടങ്ങി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അള്ളാഹു ആ സൽപ്രവർത്തനങ്ങൾക്ക് വീണ്ടും നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. പിന്നെ തദ്രീബുമായി ബന്ധപ്പെട്ട വിഷയം 2011 ആരംഭിച്ച് തദ്രീബ് വളരെ സുന്ദരമായി നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ അതിലൊരു മാറ്റമുള്ളത് ഇപ്പോൾ ചില ആളുകൾക്ക് ഇതിനോട് താല്പര്യം കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പണ്ടൊക്കെ തദ്രീബ് തുടങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ്റെ ഒരു ചിട്ടയും മടുക്കുമില്ലാതെ തോന്നിയ പോലെ നടക്കുന്നൊരവസ്ഥ കുറച്ചു കാലം മുമ്പുണ്ടായിരുന്നു, 2011 മുമ്പ്. എന്താണ് ആ അവസ്ഥ? 100ഓളം 150 മുഅല്ലിമീങ്ങളുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ സ്ഥിരമായിട്ട് റേഞ്ചിൻ്റെ ബാക്കിൽ വന്നിരിക്കുന്നൊരു ബെഞ്ചുണ്ട്. ആ ബെഞ്ചിൽ വന്നിരിക്കുകയും അവിടെ ഒരാളുടെ കയ്യിൽ റിസാല ഉണ്ടാവും, മറ്റൊരാളുടെ കയ്യിൽ സിറാജ് ഉണ്ടാവും, മറ്റൊരാളുടെ കയ്യിൽ ചന്ദ്രിക ഉണ്ടാവും, മലയാള മനോരമയൊക്കെ ഉണ്ടാവും. അതൊക്കെ പിടിച്ചിട്ടാണ് രാവിലെ റേഞ്ച് യോഗത്തിന് വരിക. എന്നിട്ട് ബാക്കിലിരുന്ന് മുമ്പിൽ നടക്കുന്ന മോഡൽ ക്ലാസ്സും അനുബന്ധ ചർച്ചകളൊക്കെ ആണെങ്കിൽ ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ് എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി ഇരിക്കുകയും റേഞ്ചിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുകയും ചെയ്തൊരവസ്ഥയുണ്ടായിരുന്നു. ആ സന്ദർഭത്തിലാണ് സെൻട്രൽ കൗൺസിൽ ആഭിമുഖ്യത്തിലെ തദ്രീബ് പദ്ധതി ആരംഭിച്ചത്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിപൂർണ വിജയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ചില ആളുകളെ ശ്രദ്ധയും പെരുമാറ്റമൊന്നും ഇപ്പോഴും വേണ്ടത്ര അതിലേക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി തദ്രീബിൻ്റെ ആവശ്യകതയൊക്കെ മനസ്സിലാക്കി തദ്രീബിൻ്റെ പങ്കാളിത്തത്തിൽ മുഴുവൻ ആളുകളും പങ്കെടുത്തുകൊണ്ട് തദ്രീബ് ഇനിയും ഒരു വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങളുടെ ഭാഗത്ത് ഇവരുടെയും ഭാഗത്തു നിന്ന് സഹായം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ജമിയത്തുൽ മുഅല്ലിമീൻ്റെ മറ്റൊരു ശ്രദ്ധേയമായ ഭാഗമാണ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ചില ഭാഗത്തൊക്കെ എപ്പോഴും അത് കുറ്റമറ്റതാക്കാൻ ചില മുഅല്ലിമീങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം സ്ഥലമൊന്നും പറയുന്നില്ല. കഴിഞ്ഞ കൊല്ലം ഒരു സ്ഥലത്തെ ഒരു ചെയർമാൻ പരീക്ഷാ പേപ്പർ സ്വന്തമായി കവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹം റൂമിൽ വെച്ച് പരീക്ഷാ പേപ്പർ കവർ ചെയ്തുകൊണ്ടിരിക്കുക. പെട്ടെന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുത്തു, സുന്നത്ത് നിസ്കരിച്ച് ഇമാമത്തിന് പോയി. നിസ്കരിച്ച് വന്ന് നോക്കുമ്പോൾ ചോദ്യപേപ്പറൊക്കെ അതേപോലെ കാണുന്നു. പക്ഷെ അവിടെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചില കുട്ടികൾ എന്തായി, ചോദ്യപേപ്പറിൻ്റെ ഫോട്ടോ മൊബൈലിൽ പകർത്തി പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോയി 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഫോട്ടോസ്റ്റാറ്റ് കാണിച്ചു കൊടുത്ത് ഓരോ ഫോട്ടോസ്റ്റാറ്റിനും 20 രൂപ കൈക്കലാക്കിയ വില്ലനായ കുട്ടികളൊക്കെ ഉണ്ടായി. ആവശ്യങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഈ കൂട്ടത്തിൽ സദർമൂല്യങ്ങളായ ചെയർമാന്മാരുണ്ടാവും ഈ കൂട്ടത്തിൽ. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പരീക്ഷൻ്റെ ഭദ്രത ഉറപ്പുവരുത്തണം. പിന്നെ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരം ഇൻ്റർനെറ്റിലൂടെ ഓൺലൈനിലൂടെ രാത്രിയൊക്കെ ചോദ്യപേപ്പർ കണ്ട ആളുകൾ ഫോട്ടോ എടുത്ത് തൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ കൈമാറുന്നൊരവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള മേഖലയൊക്കെ അന്വേഷിച്ച് ശക്തമായ നടപടി എടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് നമ്മുടെ അഭിമാനമായ നമ്മുടെ ഏറ്റവും വലിയ നേട്ടമായ പരീക്ഷയുമായി ബന്ധപ്പെട്ട ശ്രദ്ധയൊക്കെ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഞാൻ വളരെ ചുരുക്കി പറയും, സുമൈസിൻ്റെ പുറകിലുണ്ട്. മറ്റൊരു ഉദാഹരണത്തിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പിന്നീട് മുഅല്ലിമിൻ്റെ ഈ വരുന്ന മുഹറം മാസത്തിലാണ് ഇൻഷാഅല്ലാഹുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ സർക്കുലറുകൾ അനുബന്ധ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് അറിയിക്കും. അതൊക്കെ ശ്രദ്ധിച്ച് മുഅല്ലിമിൻ്റെ മേൽ വിജയമാക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച 35 വീട് 5 സെൻറ്റ് സ്ഥലവും വീടുമാണെങ്കിൽ അതിനൊക്കെ വലിയ ഫണ്ട് വരും. ആ ഫണ്ടൊക്കെ കണ്ടെത്തുന്നത് മുഅല്ലിമിൻ്റെ പോലത്തെ സംരംഭങ്ങളിൽ നിന്നാണ്. നിങ്ങൾ ഓരോരുത്തർ ശ്രദ്ധയിലുണ്ടാവണം. പിന്നെ സുപ്രഭാതം ക്യാമ്പയിൻ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ഇന്നത്തെ ഉന്നതിയുടെ മുഴുവൻ ക്രെഡിറ്റും ആ കടലാസിനാണ്. 85ാം വാർഷികം കഴിഞ്ഞ് 90ാം വാർഷികം ആലപ്പുഴയിൽ കഴിഞ്ഞപ്പോഴും
100-ാം വാർഷികം കാസർഗോഡ് കുണിയിൽ വെച്ച് നടന്നപ്പോഴൊക്കെ ആ സമ്മേളനങ്ങളൊക്കെ വൻ പ്രചാരത്തിലെത്തിച്ചതൊക്കെ സുപ്രഭാത ദിനപത്രമാണ്. അതുകൊണ്ട് ആ പത്രത്തിൻ്റെ ഏറ്റവും പിന്നിലെ ചാലശക്തി നിങ്ങളും ഞാനും മടങ്ങുന്ന മൗല്യം സുഹൃത്തുക്കളാണ്. അത് മനസ്സിലാക്കി ഈ വരുന്ന ഓഗസ്റ്റിലാണ് വീണ്ടും അതിൻ്റെ ക്യാമ്പയിൻ വരുന്നത്. നബിദിനം കൂടെ വരുന്നത് കൊണ്ട് സെപ്റ്റംബറിലേക്ക് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ജമീയത്തുൽ മുഅല്ലിമീൻ്റെ ഉത്തരവാദപ്പെട്ട ആളുകളുടെ ഇടയിൽ ചർച്ചയുണ്ട്. അത് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് ചെറിയൊരു 10-15 ദിവസം മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും ഓഗസ്റ്റിൽ ആ ക്യാമ്പയിൻ വീണ്ടും വരുന്നുണ്ട്. ആ ദൗത്യം എല്ലാ വർഷത്തെ പോലെയും ഈ വർഷവും ഏറ്റെടുത്ത് വൻ വിജയമാക്കണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. സമസ്ത ജമീയത്തുൽ ഉലമയും പോഷാടങ്ങളെയൊക്കെ ഇന്ന് ഇത്രമാത്രം മറ്റു മീഡിയകളൊക്കെ ചർച്ച ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഈ സുപ്രഭാത ദിനപത്രമാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം. അള്ളാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി മുസാബക്ക, ജമീയത്തുൽ മുഅല്ലിമീൻ്റെ പ്രവർത്തനമാണ് മുസാബക്ക. ഈ വർഷം ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. കഴിഞ്ഞ വർഷം തന്ന സർക്കുലർ അനുസരിച്ച് മാനുവൽ അനുസരിച്ച് തന്നെയായിരിക്കും ഈ വർഷവും മുസാബക്ക നടക്കുന്നത്. അതുകൊണ്ട് മുസാബക്കയുടെ മദ്രസാതല, റേഞ്ച് തല, മേഖലാതല, ജില്ലാതല മത്സരങ്ങൾ, സ്റ്റേറ്റ് മത്സരമൊക്കെ നിങ്ങൾ പങ്കെടുക്കണം. അതിനുവേണ്ടി തയ്യാറെടുക്കണം ഇൻഷാ അല്ലാഹ്. ദേശീയ മത്സരവും അന്താരാഷ്ട്ര മത്സരമൊക്കെ നടത്താനുള്ള അണിയറയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ശ്രദ്ധേയമായ ആ മത്സരം ഭംഗിയാക്കാൻ വേണ്ട സൗകര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. പിന്നെ മെഹ്റജാനുൽ ബിദായ, ജമീയത്തുൽ ഉലമ മറ്റൊരു പദ്ധതിയാണ് മെഹ്റജാനുൽ ബിദായ. മെഹ്റജാനുൽ ബിദായയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം ഈ വർഷ തുടക്കത്തിലെ പാലക്കാട് ജില്ലയിലെ പൊൻപർ റേഞ്ചിലെ ചാഴിയോട് മദ്രസയിലാണ് നടന്നത്. ഇൻഷാ അല്ലാഹ് അടുത്ത വർഷം ഇപ്പം തന്നെ അതിൻ്റെ അപേക്ഷ കിട്ടിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിലായിരിക്കും മെഹ്റജാനുൽ ബിദായയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. ജില്ലയിലും റേഞ്ചിലും മറ്റൊക്കെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യണം. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇനി മറ്റൊരു പദ്ധതിയാണ് കിഫായ. സന്നദ്ധ സേവന ആതുര രംഗത്തുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ വേണ്ടി കിഫായയുടെ ഒരു രൂപീകരണവും അനുബന്ധ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട്. മുഷാവറയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. കുറ്റമറ്റതായ രീതിയിൽ കിഫായ രംഗത്തിറക്കാനും കിഫായുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടി ആവശ്യമായ സർക്കുലറും അനുബന്ധ കാര്യങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും. അതൊക്കെ മനസ്സിലാക്കി ആ പദ്ധതിയുമായി മുന്നോട്ട് പോകണം. സർവശക്തൻ തുണക്കുമാറാകട്ടെ. അപ്പോൾ ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. വളരെ ചുരുക്കി മുക്തസറായി ആ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ഈ ആ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ റബ്ബ് തൗഫീക്ക് നൽകുമാറാവട്ടെ. ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ടും തവാറുസുമായി ബന്ധപ്പെട്ടും സുപ്രഭാതവുമായി ബന്ധപ്പെട്ടും മുസാബക്കുമായി ബന്ധപ്പെട്ടും ആവശ്യമായ അറിവുകളൊക്കെ റേഞ്ചിൽ നിന്ന് ജില്ലയിൽ നിന്നൊക്കെ ശേഖരിച്ച് അതൊക്കെ നിങ്ങളുടെ മദ്രസ ഏരിയകളിൽ പ്രവർത്തിച്ച് വിജയമാക്കാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. ഞാൻ നിർത്തുകയാണ്. അള്ളാഹു നന്മയുടെ കാര്യങ്ങളിലൊക്കെ കൂട്ടുചേരാൻ നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ.